വയനാട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. ശക്തമായ മത്സരം കാഴ്ചവെച്ച എൻഡിഎ തിരിച്ചടിച്ചപ്പോൾ ജില്ലയിൽ എൽഡിഎഫ് തകർന്നടിഞ്ഞു. കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റിൽ 1 ലക്ഷത്തിലധികം വോട്ട് നേടിയാണ് എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് മറുപടി നൽകിയത്. പോളിംഗ് ശതമാനം നന്നേ കുറഞ്ഞ വയനാട്ടിൽ പെട്ടി തുറന്നപ്പോൾ വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കുവാൻ കോൺഗ്രസിനായില്ല. കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റിൽ എൻഡിഎ ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. പ്രിയങ്ക ഗാന്ധി 6,22,338 വോട്ട് നേടിയാണ് വിജയിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ രാഹുലിന് ലഭിച്ച 6,47,445 വോട്ട് പിടിക്കാൻ കോൺഗ്രസിനായില്ല. അതേസമയം കഴിഞ്ഞ തവണ എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനിരാജ നേടിയ 2,83,023 എന്ന വോട്ട് ഇത്തവണ സത്യമൊകേരി മത്സരിച്ചപ്പോൾ വെറും 2,11,507 വോട്ടായി ചുരുങ്ങി. എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് 1,09,939 വോട്ടുകളാണ് നേടിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞെന്ന് നവ്യ ഹരിദാസ് പ്രതികരിച്ചു. കഴിഞ്ഞ തവണ ഇലക്ഷനിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻജി മത്സരിച്ചപ്പോൾ 13% വോട്ട് നേടാൻ സാധിച്ചിരുന്നു. ഇത്തവണ അത് 1% മാത്രം ഇടിവ് വന്നു 12% വോട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷന്റെ പ്രചാരണത്തിലുടനീളം ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ളതും ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള വികസനത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. എൽഡിഎഫ് തകർന്നടിയുന്ന കാഴ്ചയാണ് വയനാട്ടിൽ കണ്ടത്. കേഡർ വോട്ടുകൾ പോലും എൽഡിഎഫിന് ലഭിച്ചില്ല. എൽഡിഎഫ് യുഡിഎഫ് കക്ഷികൾ ഒരു മുന്നണിയായി പ്രവർത്തിക്കുകയാണെന്ന നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. എൽഡിഎഫ് വോട്ടുകൾ പോൾ ചെയ്തത് തന്നെ കുറവാണെങ്കിലും ചെയ്ത വോട്ടുകൾ എവിടെ പോയി എന്നാണ് ഉയരുന്ന ചോദ്യം. മണ്ഡലത്തിൽ വിജയിച്ചെങ്കിലും പ്രതീക്ഷിച്ച വിജയം യുഡിഎഫിനുണ്ടായില്ല. ജനം, വയനാട്.